ഗുഡ് സമ്മിറ്റിന് അവതരിപ്പിക്കുന്ന കഥയിലൂടെ എന്ന പരിപാടിയുടെ 9ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഉറ്റ തുണയായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. ഈ കാലഘട്ടത്തെ വിഴുങ്ങിയ ഒരു മാരക രോഗത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട എയ്ഡ്സ് രോഗികൾക്കായി സമൂഹത്തിന് ഒരു സന്ദേശമായി കുറേ വരികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. കണ്ണീരിൻ കയങ്ങളിൽ താണുപോയി കര കാണാനാകില്ലിനി എന്ന ഞെട്ടിക്കും സത്യം. ഇവിടെ ഇനി എത്ര നാളിങ്ങനെ മരിക്കാതെ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. മനസ്സലിയാതെ ഭീതിയാൽ ഓടി മറയുന്നു സ്നേഹിതർ. മരിക്കാതെ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. മനസ്സലിയാതെ ഭീതിയാൽ ഓടി മറയുന്നു സ്നേഹിതർ. അവരെ പഴിച്ചിട്ടെന്തു കാര്യം? സമൂഹത്തിൻ്റെ പാഠമല്ലേ അത്? ഒരു തിന്മയുടെ ഫലമാണെന്നു മുദ്രയുള്ളവർ, ഒരു നന്മയും സ്വീകരിപ്പാൻ യോഗ്യരല്ലയോ? ചിന്തിച്ച ചിലർ നൽകിയ സ്നേഹവായ്പുകൾ അതിലൂടെ ഉയർന്നൊരു ശക്തിയായി തീർന്നവർ. ചിന്തിച്ച ചിലർ നൽകിയ സ്നേഹവായ്പുകൾ അതിലൂടെ ഉയർന്നൊരു ശക്തിയായി തീർന്നവർ. സമൂഹ വ്യവസ്ഥകളെ മാറ്റി നിർത്തി ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഈ പുത്തൻ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ഓർക്കുവാൻ ഒരു ദിനം. ഈ ദിനം നിങ്ങൾക്കായി സൗഖ്യദായകൻ യേശുവിൻ രക്ഷയർപ്പിക്കുന്നു. ഈ ദിനം നിങ്ങൾക്കായി സൗഖ്യദായകൻ യേശുവിൻ രക്ഷയർപ്പിക്കുന്നു. എയ്ഡ്സ് ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാരി ഗ്ലാഡിസ് ജെയിംസിന്റെ കഥ കേൾക്കാം. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ മേരി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ കുടുംബത്തിന് അവൾ എല്ലാമായിരുന്നു. അവളുടെ അപ്പനമ്മമാർക്കും അവളുടെ അനീതിമാർക്കും ആങ്ങളമാർക്കും ബന്ധുക്കൾക്കും അവൾ ഒരു രക്ഷയും ആശ്വാസവുമായിരുന്നു. അവളുടെ വിവാഹത്തിന് ശേഷവും അവൾ അവളുടെ കുടുംബത്തെ മറക്കാതെ കരുതി. അവളുടെ വിവാഹാനന്തരം അവളും അവളുടെ ഭർത്താവും ഒത്ത് വിദേശത്ത് സുഖമായി കഴിയുകയായിരുന്നു. അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത അറിയാൻ കഴിഞ്ഞത്. മേരിയെ എയ്ഡ്സ് എന്ന മഹാരോഗം പിടിപെട്ടിരുന്നു. എല്ലാവർക്കും ഈ വാർത്ത ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അവർ എങ്ങനെയാണ് പ്രതികരിച്ചത്? നമ്മൾ കരുതി മേരി ഒരു നല്ല സ്ത്രീ ആയിരിക്കുമെന്ന്. അവൾ നമ്മളെ സഹായിച്ച നമ്മൾ അങ്ങനെയല്ലേ കരുതുള്ളൂ. ഇപ്പോഴല്ലേ മനസ്സിലായേ അവൾ ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്ന്. അല്ലെങ്കിൽ അവൾക്ക് എയ്ഡ്സ് രോഗം വരുമോ? എല്ലാവരാലും പകയ്ക്കപ്പെട്ട അവളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. അവൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒതുങ്ങിക്കഴിഞ്ഞു. ഒരു ദിവസം അവളെ ചികിത്സിച്ച ഡോക്ടർ ആണ് ഈ സത്യം വെളിപ്പെടുത്തിയത്. എയ്ഡ്സ് എന്ന മഹാരോഗം മേരിയെ പിടിപെട്ടിരുന്നത് സിറിഞ്ചിൽ കൂടെയാണ്. നമ്മളെല്ലാവരും കരുതുന്നത് എയ്ഡ്സ് എന്ന ഈ രോഗം വരുന്നത് മോശമായ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമാണെന്നാണ്. പക്ഷേ എയ്ഡ്സ് എന്ന ഈ രോഗം പല മാർഗങ്ങൾ കൂടെയും പിടിപെടാം. അതുകൊണ്ട് എയ്ഡ്സ് രോഗികളെ നമ്മൾ ഒറ്റപ്പെടുത്തരുത്. അവരെയും ജീവിക്കാൻ അനുവദിക്കുക. അവർ നമ്മുടെ സമൂഹത്തിലെ ഒരു ഭാഗമാണ്. സകലരും വഴിമാറിപ്പോകും. എയ്ഡ്സ് ഉള്ള രോഗിയെ കാണുമ്പോൾ സകലരും വഴിമാറിപ്പോകും. എയ്ഡ്സ് ഉള്ള രോഗിയെ കാണുമ്പോൾ കുറ്റം പറഞ്ഞും പഴിച്ച
പഴിചാരിയും അവഗണിച്ചേവരും അകന്നു പോകും. എങ്കിലും കൈവിടാതോ മനച്ചുംബനമേകി മാറോടു ചേർക്കുന്നതേശു മാത്രം. എങ്കിലും കൈവിടാതോ മനച്ചുംബനമേകി മാറോടു ചേർക്കുന്നതേശു മാത്രം. അബദ്ധങ്ങളാലും അപകടം മൂലവും അവിഹിത ബന്ധത്താലും രോഗത്തിനടിമയാ നശിക്കും ശരീരവും തളരും ഹൃദംഗവുമായി ജീവിതം ഹീനമെന്നെണ്ണുവോരേ. എത്ര ഹീനമെങ്കിലും യേശുവിൻ നിർമ്മല രക്തം പര്യാപ്തമല്ലോ രക്ഷ നേടാൻ. എത്ര ഹീനമെങ്കിലും യേശുവിൻ നിർമ്മല രക്തം പര്യാപ്തമല്ലോ രക്ഷ നേടാൻ. ലോകത്തിലെങ്ങും പെരുകി വന്നിടുമീ സംക്രമരോഗത്താലെ മരിക്കുന്നനേകർ. കുറ്റബോധവും പേറി സാമൂഹ്യ നിന്ദകളേറി സ്വയം ജീവനൊടുക്കുവാൻ തുനിയുവോരേ. ഏതും ക്ഷമിക്കുന്ന പുതുജീവനേകുന്ന യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കൂ. ഏതും ക്ഷമിക്കുന്ന പുതുജീവനേകുന്ന യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കൂ. സകലരും വഴിമാറിപ്പോകും. എയ്ഡ്സ് ഉള്ള രോഗിയെ കാണുമ്പോൾ കുറ്റം പറഞ്ഞും പഴിചാരിയും അവഗണിച്ചേവരും അകന്നു പോകും. എങ്കിലും കൈവിടാതോ മനച്ചുംബനമേകി മാറോടു ചേർക്കുന്നതേശു മാത്രം. എയ്ഡ്സ് രോഗികൾക്ക് സ്വാതന്ത്ര്യമേകുന്ന പ്രേക്ഷിതയുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സമൂഹം അവരെ അംഗീകരിക്കുന്നില്ല, എങ്കിലും അവർ ഒത്തുചേരുന്നു. അവരുടെ കൂട്ടായ്മയിലൂടെ അവർ വിളിച്ചു പറയുന്നു, ഞങ്ങളും ശക്തരാണ്. ഇനിയും ഈ രോഗത്തിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം ഓരോ എയ്ഡ്സ് രോഗികളുടെയും സൗഖ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം: പത്തനംതിട്ട കേന്ദ്രമായി എയ്ഡ്സ് രോഗികൾക്കായി പ്രവർത്തിക്കുന്ന മിനിസ്ട്രിയുടെ പേരെന്ത്? ചോദ്യം ഒരിക്കൽ കൂടി: പത്തനംതിട്ട കേന്ദ്രമായി എയ്ഡ്സ് രോഗികൾക്കായി പ്രവർത്തിക്കുന്ന മിനിസ്ട്രിയുടെ പേരെന്ത്? ശരിയുത്തരം അയക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 2 പേർക്ക് കുവൈറ്റ് ഗൾഫ് മാർട്ട് നൽകുന്ന സമ്മാനം ലഭിക്കുന്നതാണ്. ഉത്തരം SMS ആയി അയക്കുന്നവർ 9947446261 ഇമെയിലൂടെ അയക്കുന്നവർ gift@gspf.org അയക്കുക. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സർവശക്തനായ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി. കഥയല്ലിതു വെറും കഥയല്ല എന്നറിയണം. തലമുറകൾക്കേകും മാർഗദർശിയ നിലകൊള്ളും. തലമുറകൾക്കേകും മാർഗദർശിയ നിലകൊള്ളും.